കാഞ്ചീപുരം നാഗലത്തൂർ ഏരിയയിൽ നടന്ന ഒരു കള്ളന്റെയും കുറച്ച് പെൺകുട്ടികളുടെയും കഥയാണിത്. അപ്പോൾ സുധാകർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ആൾക്ക് 37 വയസ്സായിരുന്നു പ്രായം. പേരൻസ് ഒന്നും ഇല്ലായിരുന്നു. ആൾ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഭാര്യയുമായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്നു. പിന്നെ ആൾക്ക് കുട്ടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റത്തടിയായിരുന്നു. ആളുടെ ജോലി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷണം, കളവ്. അതായത് ആളൊരു കള്ളനായിരുന്നു. ലോക്കൽ സ്റ്റേഷനിലും മറ്റുമൊക്കെ ആളെക്കുറിച്ച് ഒരുപാടധികം കേസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് അയാൾ. അപ്പോൾ ആളുടെയും കുറച്ച് പെൺകുട്ടികളുടെയും കഥയാണ് ഇന്നത്തെ സ്റ്റോറിയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 22, 2024 കാഞ്ചീപുരത്തെ ചെല്ലിയമ്മൻ നഗറിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ വെളുപ്പിന് ഏകദേശം ഒരു മണി സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്താണ് ഇയാൾ ആ ഒരു ഏരിയയിലോട്ട് കക്കാൻ വരുന്നത്. അവിടെ വീടുകളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള വീടുകൾ, ഒരു കോമ്പൗണ്ടിൽ വീട്, പിന്നെ കുറച്ച് മാറിയിട്ടാണ് അടുത്ത വീടുള്ളത്. അയാൾ അന്ന് കയറിയ വീട്ടിൽ 4 സ്ത്രീകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ 4 പേരും ഒരുമിച്ച് ജോലിയായിരുന്നു. അതായത് കാഞ്ചീപുരം ഏരിയയിലുള്ള ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവതികളായിരുന്നു അത്. അവർ 4 പേരും ഒരു ഫാമിലി പോലെ തന്നെ അവിടെ കുക്ക് ചെയ്ത് അതേപോലെ തന്നെ ഒരുമിച്ച് ജോലിക്ക് പോയി, അങ്ങനെയായിരുന്നു അവരുടെ ലൈഫൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇയാൾ അവരുടെ വീട്ടിൽ കക്കാനായിട്ട് കയറുന്നത്. അയാൾ വീട്ടിൽ കയറി നോക്കുമ്പോൾ ഇവരുടേതൊക്കെ വില കൂടിയ ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ ഫോൺസ് ആയിരുന്നു. ആ 4 മൊബൈൽ ഫോണും എടുത്ത് ആൾ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. ഇയാൾ ടെറസിൽ കൂടെ കയറി അവിടുത്തെ ഡോർ മര്യാദയ്ക്ക് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലൂടെ സ്മൂത്തായിട്ട് വന്നിട്ട് ഈ 4 ഫോണും എടുത്ത് തിരിച്ചുപോയി. എന്നാൽ ഇവർ 4 പേരും ആ ഒരു സമയത്ത് നല്ല ഉറക്കത്തിലായിരുന്നു. ഇയാൾ വന്നതും അതുപോലെ തന്നെ ഫോൺ എടുത്തതും പോയതും ഒന്നും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഏകദേശം ഒരു രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേക്കാണ്. സാധാരണ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഫോൺ നോക്കുക എന്നുള്ളൊരു ശീലം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഫോൺ തപ്പാണ്. ഫോൺ കാണുന്നില്ല. അപ്പോൾ എഴുന്നേറ്റിട്ട് ഫോൺ നോക്കി, ഫോൺ കാണുന്നില്ല. പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വീട്ടിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നോക്കി, അപ്പോഴും ഫോൺ കാണുന്നില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ ഫോൺ നോക്കുമ്പോൾ അതും കാണുന്നില്ല. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. ബാക്കിയുള്ള പെൺകുട്ടികളോട് വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറയുകയാണ് ഇവിടെ ഫോണുകളും കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ ഫോണൊക്കെ നോക്കിയപ്പോൾ എല്ലാം തന്നെ പോയിട്ടുണ്ട്. പിന്നെ അവർ ഇവിടെ ആരെങ്കിലും കയറിയോ, കള്ളം കയറിയോ എന്നുള്ളൊരു ആംഗിളിൽ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ മുകൾ വഴി എന്താ പറയുക, ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഈ ഫോണുകളൊക്കെ മോഷ്ടിച്ച് പോയിട്ടുണ്ടെന്നുള്ളതും അവർക്ക് മനസ്സിലാകുന്നത്. ഫോൺ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സീനാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളുടേതായിട്ടുള്ള എന്താ പറയുക പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺടാക്ട്സ്, ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ ഒരുപാടധികം ഡീറ്റെയിൽസ് അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഒരു ഫ്രണ്ടിനെ പോയി കണ്ടു. അതിനുശേഷം ആളുടെ ഫോണിൽ നിന്ന് ഈ ബാക്കിയുള്ള 4 ഫോണിലോട്ട് ട്രൈ ചെയ്യാണ്. അപ്പോൾ ഓരോ ഫോൺ ട്രൈ ചെയ്യുമ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ അതിൽ ഒരു ഫോൺ മാത്രം റിങ് ചെയ്യുകയാണ്. അതായത് 4 ഫോണുകളിൽ 3 ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ ഒരു ഫോൺ സ്വിച്ച് ഓഫ് അല്ലായിരുന്നു. സാധാരണഗതിയിൽ കള്ളന്മാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു സമയത്ത് ഇതേപോലെ കോൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കും. എന്നാൽ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൾ എടുക്കുകയായിരുന്നു. ആ കോൾ എടുത്തപ്പോൾ ഈ പെൺകുട്ടി സംസാരിച്ചു, ചേട്ടാ ഞങ്ങളുടെ ഫോൺ എടുത്തിട്ടുണ്ടെന്നറിയാം, അതൊന്ന് തിരിച്ചു തരണം പ്ലീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പണം ഞാൻ തരാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും തരാം, പ്ലീസ് ഫോൺ തിരിച്ചു തരണം. അങ്ങനെ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ താണുകയാണ്, അയാളുടെ അടുത്ത് ഇങ്ങനെ അപേക്ഷിക്കുകയാണ്. അപ്പോൾ മുറിയിൽ ബാക്കിയുള്ള 3 പെൺകുട്ടികളുണ്ടായിരുന്നു. അവരും മിണ്ടാണ്ടിരുന്നു. ഈ ഒരു പെൺകുട്ടി മാത്രമായിരുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് പ്ലീസ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, അതായത് അത്രത്തോളം ആളുടെ കാലിൽ വീണ് അപേക്ഷിക്കുന്നത് പോലെയായിരുന്നു ഈ ഒരു പെൺകുട്ടി ആളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സുധാകരൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ആളിങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആൾ പല കാര്യങ്ങളും മൈൻഡിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവണം, ഒരു ആശ ഉണ്ടാവുകയാണ് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത്. അപ്പോൾ ആളിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരുന്നു സംസാരം. അപ്പോൾ ഇയാൾ ഈ പെൺകുട്ടിനോട് പറഞ്ഞു, ഞാൻ ഫോണൊക്കെ തിരിച്ചുകൊണ്ട് തരാം, പക്ഷേ എനിക്കെന്ത് തരും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ പൈസ തരാം, ഗോൾഡ് തരാം, അത് തരാം, ഇത് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, വേറെ എനിക്കെന്ത് തരും എന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട്. ഇയാളെന്താണ് ചോദിക്കുന്നതെന്നും എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഇപ്പം പിള്ളേർക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാലും അവരിങ്ങനെ അതായത് പൈസ തരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ചേരം സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ സുധാകർ തന്നെ പറയുകയാണ്, നീ എൻ്റെ അടുത്ത് ഒരു അരമണിക്കൂർ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ഫോൺ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ ഒരു പെൺകുട്ടി എനിക്കൊന്ന് ആലോചിക്കണം, ഇങ്ങനെ പെട്ടെന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഫോൺ കട്ട് ചെയ്യാണ് ഉണ്ടായത്. അതായത് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക, ആലോചിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ബാക്കി ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കണം, അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാണ്. അയാൾക്ക് എൻ്റെ ശരീരം വേണമെന്നാണ് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്തായാലും ഫോൺ വേണമല്ലോ. അങ്ങനെ പറഞ്ഞ് അവർ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ അവസാനം ഒരു തീരുമാനം എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കാമം തന്നെ അയാൾക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് അയാളുടെ ആ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ മുതലെടുത്തിട്ട് അയാൾ നൈസായിട്ട് നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്താം, എന്നിട്ട് ഇയാൾക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് നീ എന്തായാലും കോള് ചെയ്യ്, എന്നിട്ട് ആൾ പറയുന്നത് പോലെ ഒന്ന് സഹകരിക്കുക ഫോണിൽ, എന്നിട്ട് ലൈക്ക്
ആ ഒരു നൈസായിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് എങ്ങനെയെങ്കിലും ആൾ ഇങ്ങോട്ട് എത്തിക്കി. എന്നിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാന്നുള്ളൊരു പ്ലാനിലോട്ട് അവരെത്തി. ആവശ്യം നമ്മളുടേതാണല്ലോ, വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആ ഒരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. അതിനുശേഷം ആ ഒരു പെൺകുട്ടി വീണ്ടും എന്താ പറയുക സുധാകരനെ വിളിക്കുകയാണ്. സുധാകരനെ വിളിച്ചു, ആളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ആ ഒരു ഫോണും കാര്യങ്ങളൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ഒരുപാടധികം ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ, അതെനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും, അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് സഹകരിക്കാം എന്നുള്ള കാര്യം പറയുകയാണ്. അതിനുശേഷം അവർ സംസാരം തുടങ്ങി, പരസ്പരം സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പലതരത്തിലുള്ള സംസാരങ്ങളിലോട്ട് കടന്നു. അതായത് ഡീപ്പായിട്ട് ഇൻറ്റൻസ് ആയിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് മുത്തേപുന്നേക്കാറിലെ ആ ഒരു രീതിയിലുള്ള സംസാരം സുധാകർ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഈ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചെന്നുള്ളോണം ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഇങ്ങനെ മറുപടി കൊടുക്കാനും തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കള്ളനും ആ പെൺകുട്ടിയും തമ്മിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. അത്രത്തോളമൊക്കെ ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ആൾക്കും തോന്നുകയാണ്. എന്നാൽ ലോജിക്കലി ആൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതായത് ഒരു പെൺകുട്ടി, അതും താൻ ഫോൺ കട്ട പെൺകുട്ടി തന്നെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വല്ല ട്രാപ്പ് ഉണ്ടെന്നുള്ള ചിന്ത ഒന്നും ആൾക്ക് ഉണ്ടായിരുന്നില്ല. അയാൾ ആ ഒരു എന്താ പറയുക മായിക ലോകത്ത് ഇങ്ങനെ മതിമറന്നു പോയിരിക്കുകയായിരുന്നു. നല്ല റൊമാൻറ്റിക് ആയിട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എന്താ പറയുക വളരെ കൂളായിട്ട് സംസാരിക്കുന്നുണ്ട്, അതും സ്ഥിരമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നടക്കുന്നത് ഏകദേശം ഒരു 48 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഒരു 48 മണിക്കൂറിനുള്ളിൽ അയാളെ ഫോൺ വിളിച്ച് ഈ പെൺകുട്ടി കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ സെറ്റാക്കി. ഒരു പെൺകുട്ടി തൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇയാൾ കൂടുതലൊന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും ചിന്തിച്ചില്ല. എന്തൊക്കെയാണെങ്കിലും ഈ പെൺകുട്ടിക്ക് തൻ്റെ അടുത്തൊരു ഇഷ്ടമുണ്ട്, അപ്പോൾ തനിക്കിനി കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും, അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു ഇയാളുടെ ഉള്ളിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഇയാളാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആ ഒരു പെൺകുട്ടീനായിട്ട് സംസാരിച്ചു, ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചും സംസാരിച്ചു. അങ്ങനെ ഇവിടെ തമ്മിൽ സംസാരമായി. ഇയാൾ വിചാരിച്ച ആ പെൺകുട്ടിക്ക് ഇയാളുടെ ഒരു ആഗ്രഹമുണ്ട്, ആ ഒരു സ്നേഹമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹവും ആഗ്രഹത്തിൻ്റെ കൂടെ ലൈക്ക് മോർ ദാൻ ദാറ്റ് ഒരു കാമുണ്ട് എന്നുള്ളൊരു തോട്ടിലോട്ട് ഇയാൾ വരികയാണ്. ഇയാൾ പറയുന്ന സ്ഥലത്തോട്ടാണല്ലോ ആ പെൺകുട്ടീനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി പറയാണ് എനിക്കെന്തായാലും ബോയ് ഫ്രണ്ടും കാര്യങ്ങളൊന്നുമില്ല, അതേപോലെ തന്നെ എനിക്കൊരു പുരുഷനെ ആവശ്യമാണ്, അപ്പോൾ നമുക്ക് എന്തായാലും എന്താ പറയുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, അതിനൊന്നും വിഷയമില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്തോട്ട് എനിക്ക് വരാൻ പറ്റില്ല, ഞങ്ങൾ 4 പേരും ഭയങ്കര കൂട്ടാണ്, എനിക്ക് ബാക്കി 3 പേരോട് ഈ ഒരു കാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഇവരുടെ അടുത്തൊന്ന് മുങ്ങാനും പറ്റില്ല, ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോകാറില്ല, ആരെങ്കിലും ഒരാൾ കൂടെ വരാറുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ മുങ്ങാനൊന്നും പറ്റില്ല, അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്ലാൻ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് ആലോചിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ പെൺകുട്ടി തന്നെ വേറൊരു പ്ലാൻ ഈ കള്ളൻ്റെ അടുത്ത് പറയാണ്. അന്നത്തെ ദിവസം ഞങ്ങളുടെ ഫോൺ എടുക്കാൻ വന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ വീട്ടിലോട്ട് പോയോ. ഒരു രാത്രി സമയമൊക്കെ ആകുമ്പോൾ, അതായത് ഒരു 1 മണി 1:30 സമയമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും, ഇപ്പോൾ ആരുടെയും ഫോണൊന്നുമില്ല, അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ കാര്യങ്ങൾ എന്ത് ചെയ്യാം ശരിയാക്കാമെന്നുള്ളൊരു രീതിയിൽ ഈ പെൺകുട്ടി അയാളോട് പറയുകയാണ്. ഇത് കേട്ട സുധാകർ ആകെ ഹാപ്പിയായി. ഓക്കെ പെണ്ണ് സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾ കേട്ട പാതി കേൾക്കാത്ത പാതി ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അതായത് ഒരു ഇമോഷൻ നടന്നിട്ട് ഒരു 3 ദിവസത്തിന് ശേഷം വീണ്ടും ആ ഒരു വീട്ടിലോട്ട് ചെന്നു. അപ്പോൾ ഈ പെൺകുട്ടി മുകളിലത്തെ ഒരു ഡോറും കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അകത്തോട്ട് വന്നു. ആ പെൺകുട്ടി അയാളെ വിളിച്ച് അകത്തോട്ട് വരികയാണ്. വേഗം വായോ നമുക്ക് ബാത്റൂമിൽ പോകാമെന്ന് പറഞ്ഞു. അതായത് അവരൊന്നും കാണണ്ട, വേഗം ബാത്റൂമിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അയാളെയും വിളിച്ചുകൊണ്ട് നേരെ ബാത്റൂമിൻ്റെ അവിടെ കൊണ്ടുപോകാണ്. ബാത്റൂമിലോട്ട് അയാളെ കയറ്റിയിട്ട് ഒരു അറ്റ തള്ളു വെച്ച് കൊടുത്തു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ബാക്കി 3 പേരും ഉറങ്ങിക്കിടക്കുന്നത് പോലെ അഭിനയിക്കുകയായിരുന്നു. ഇയാൾ വരുന്ന ആ ഒരു സമയമായപ്പോൾ ഈ പെൺകുട്ടി എഴുന്നേറ്റ് പോയതായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള 3 പേരും കൂടെ എഴുന്നേറ്റു. ഇവർ 2 പേരും കൂടെ കാവലുന്നു. അതിനുശേഷം ബാക്കിയുള്ള 2 പേര് ചുറ്റുവട്ടത്ത് കോടി ബാക്കിയുള്ള വീട്ടിലൊക്കെ പോയിട്ട് അവിടെയുള്ള ആളുകളോട് ഇങ്ങനെ കള്ളൻ ഉണ്ട് വീട്ടിൽ വേഗം വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള വീടുകളിലുള്ള ആളുകൾ, പുരുഷന്മാർ, സ്ത്രീകൾ എല്ലാവരും കൂടെയും ആ ഒരു വീടിൻ്റെ അവിടോട്ട് ഇങ്ങനെ ഓടി വരികയാണ് ഉണ്ടായത്. പിന്നെ ഇയാൾക്ക് ഒരു ബാത്റൂമിൻ്റെ ഡോറ് പൊളിക്കാനൊന്നും പറ്റില്ലായിരുന്നു, കാരണം ഒരു ഇരുമ്പിൻ്റെ ഡോറായിരുന്നു, അത് ഒരു മെറ്റലിൻ്റെ ഡോറായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അതിൻ്റെ ഉള്ളിൽ ലോക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പെൺകുട്ടികൾ വിളിച്ച് നാട്ടുകാരെല്ലാവരും കൂടെ ഓടിക്കൂടി അങ്ങനെ അവർ തന്നെ ആ ഒരു ഡോറ് തുറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സുധാകർ ഉണ്ടായിരുന്നു. പിന്നീട് നാട്ടുകാർ അയാളെ നല്ല രീതിയിൽ പെരുമാറുകയാണ്. അപ്പോഴത്തേനും പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുകാരെ സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇയാളുടെ വീട്ടിലോട്ട് പോയി. പിന്നീട് എന്താ പറയുക ആളുടെ വീട്ടിലായിരുന്നല്ലോ ആ ഫോണുകൾ 4 എണ്ണം ഉണ്ടായിരുന്നത്. ആ 4 ഫോൺ റിക്കവർ ചെയ്ത് ഈ പെൺകുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആ 4 പെൺകുട്ടികളുടെ ധൈര്യത്തെ അഭിനന്ദിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ഇൻസിഡൻറ്റ്. അതായത് ഈ 4 പെൺകുട്ടികൾ അയാളുടെ ആ ഒരു ഇത് വെച്ചിട്ട് അയാളെ തന്നെ ട്രാപ്പാക്കുകയായിരുന്നു. ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കള്ളനാണെന്നുണ്ടെങ്കിൽ ആൾ കള്ളൻ്റെ പണി മാത്രമല്ലല്ലോ കാണിച്ചത്. അതായത് സാധാരണഗതിയിൽ അവിടെ നിന്ന് മോഷ്ടിച്ച ആ ഒരു കള്ളൻ ആ ഫോണൊക്കെ വിൽക്കാന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ മേ ബി ആളെ പിടിക്കൂലായിരുന്നു. അയാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ കാമവും കാര്യങ്ങളൊക്കെ തീർക്കാനും കൂടെ നോക്കി അതിൻ്റെ ഇടയിലൂടെ. അപ്പോൾ നൈസായിട്ട് ആ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അയാളെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ സംഭവിച്ചത്.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ 4 പെൺകുട്ടികളുടെയും ഒരു കള്ളൻ്റെയും കഥയാണ് നമ്മളിന്ന് പറഞ്ഞത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.